മികച്ച മുതിർന്ന കർഷകൻ ഹരിദാസൻ നായർ, വലിയടത്തിൽ, ചെത്തുകടവ്. ചെറുപ്രായത്തിൽ അമ്മയോടൊപ്പം കൃഷിയിലേക്കിറങ്ങി പ്രായത്തെ ഒന്നും മാനിക്കാതെ 83-ാം വയസ്സിലും ഇന്നും ആ ദിനചര്യ തുടരുന്നു. ചേലൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപം പാട്ടത്തിനെടുത്ത സ്ഥലത്ത് പച്ചക്കറി, ചേന, ചേമ്പ്, വാഴ, കപ്പ, ഇഞ്ചി, മഞ്ഞൾ തുടങ്ങി എല്ലാ വിളകളും സ്വന്തം അധ്വാനത്തിലൂടെ വിളയിച്ചെടുക്കുന്നു. രണ്ടായിരത്തി 23-24 വർഷത്തെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പദ്ധതിയിൽ വായനശാലകൾക്കായി നടപ്പിലാക്കിയ വയലും വായനയും പദ്ധതിയിൽ മികച്ച പച്ചക്കറി കൃഷി ചെയ്ത വായനശാലകളിലെ വനിതാ ഗ്രൂപ്പുകൾക്കുള്ള അവാർഡ്. 2 വനിതാ ഗ്രൂപ്പുകൾ ഒരേ പ്രാധാന്യത്തോടെ ഈ അവാർഡിന് അർഹത നേടുന്നു. 1 ഗ്രാമീണ വായനശാല വടക്കുംതല കാരന്തൂർ, 2 ചാത്തങ്കാവ് പൊതുജന വായനശാല ചാത്തങ്കാവ്. പച്ചക്കറി കൃഷിയിൽ നിലം ഒരുക്കൽ മുതൽ വിപണനം വരെ ഒത്തൊരുമയോടെ ഒരേ കുടക്കീഴിൽ കൃഷി ചെയ്യുന്നതിനായി വായനശാലകൾ കേന്ദ്രീകരിച്ചുള്ള വനിതാ ഗ്രൂപ്പുകൾക്ക് സാധിച്ചു എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രാധാന്യം. സ്പെഷ്യൽ ജൂറി അവാർഡ്. യുവ കർഷകൻ മുഹമ്മദ് ഫാസിൽ NK, ചേറ്റുകുഴിയിൽ, കാരന്തൂർ. കാരന്തൂർ മർക്കസിൽ PG പഠനത്തോടൊപ്പം ആട്, കോഴി, താറാവ്, ഇടവിള കൃഷി എന്നിവ സമയം കണ്ടെത്തി വരുമാന മാർഗമാക്കി കൃഷി ചെയ്യുന്നു. വീട് നിൽക്കുന്ന 6 സെൻറ്റ് ഭൂമിയിൽ ശുചിത്വത്തിന് പ്രാധാന്യം നൽകി 15ഓളം ജംനാപ്യാരി ആടുകളും 70ഓളം നാടൻ കോഴികളും 5 താറാവുകളും തൻ്റെ കൈമുതലായുണ്ട്. പഠന സമയം ക്രമീകരിച്ച് ഇവയ്ക്കുള്ള തീറ്റ ശേഖരിച്ച് നൽകുന്നത് മുതൽ കൂടുകൾ വൃത്തിയാക്കുന്നത് വരെയുള്ള പ്രവൃത്തികൾ വളരെ പ്രശംസനീയമാണ് ഈ 24-കാരൻ്റേത്. സ്പെഷ്യൽ ജൂറി അവാർഡ്. മികച്ച ഇന്നവേറ്റീവ് കർഷകൻ അഷ്റഫ് ചെപ്പുകുളത്തിൽ, പന്തീർപ്പാടം. മികച്ച രീതിയിൽ നൂതന കൃഷിരീതികൾ അവലംബിച്ച് തൻ്റെ വീടിന് ചുറ്റും ഒരു പഴത്തോട്ടം സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രവാസിയായിരുന്ന അഷ്റഫ്. വിവിധ തരത്തിലുള്ള മാവ്, പ്ലാവ്, പേരക്ക, വിദേശ ഇനം പഴങ്ങൾ എന്നിവ ഡ്രമ്മുകളിൽ വിവിധ വലുപ്പത്തിൽ കൃഷി ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, ബഡ്ഡിംഗ് എന്നീ വ്യത്യസ്ത രീതിയിലുള്ള തൈകൾ ഉൽപാദന പ്രക്രിയകളും പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു വരുന്നു. മികച്ച വിദ്യാർത്ഥി കർഷകൻ സഞ്ജയ് ബാബു T, സൺ ഓഫ് സുരേഷ് ബാബു, ഈയക്കാംപൊയിൽ, കുന്നമംഗലം. കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീ സഞ്ജയ് ബാബു വീട്ടിലെ ടെറസിലും മുറ്റത്തും ഗ്രോ ബാഗിൽ വീട്ടിലേക്കാവശ്യമായ പച്ചക്കറി കൃഷി നല്ല രീതിയിൽ ചെയ്തു വരുന്നു. സ്കൂൾ പഠനത്തോടൊപ്പം കൃഷിയിലും തൽപരനായ സഞ്ജയ് ബാബുവിന് കൂട്ടായി വീട്ടുകാരും കൃഷിയിൽ സഹായിക്കുന്നു. ഈയക്കാംപൊയിൽ ശ്രീ സുരേഷ് ബാബുവിൻ്റെയും സബിതയുടെയും മകനാണ്. മികച്ച ക്ഷീര കർഷകൻ വിഷ്ണു പരപ്പിൽ, പന്തീർപ്പാടം. സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം 19-ാം വയസ്സിൽ ഒരു പശുവിൽ നിന്നും തുടങ്ങി 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 17 പശുക്കളുമായി മികച്ച ഡയറി ഫാം ഉടമയാണ് ഇന്ന് വിഷ്ണു. സിന്ധി, HF, ജേഴ്സി എന്നീ പശുക്കളാണ് പ്രധാനമായും ഫാമിലുള്ളത്. ഒരു ദിവസം 160 ലിറ്ററിൽ അധികം പാൽ കറന്ന് വിൽപ്പന നടത്തുന്ന
ഒരു മാതൃകാ കർഷകനായ വിഷ്ണു പരപ്പിൽ എന്ന യുവ കർഷകനെ മികച്ച സംയോജിത കർഷകൻ കൃഷ്ണൻ കെ കരിങ്കുറ്റിക്കാവിൽ പെരുവഴിക്കടവ്. പശുപരിപാലനത്തോടൊപ്പം നെൽകൃഷി, പച്ചക്കറി കൃഷി, മത്സ്യകൃഷി, കോഴി, അസോള തുടങ്ങിയവ എല്ലാം സംയോജിപ്പിച്ച് ഒരു കുടക്കീഴിൽ ആക്കി കൃഷിയെ സ്നേഹിച്ച് മുന്നോട്ടു പോകുന്നു. സംയോജിത കൃഷിയിലൂടെ ലഭ്യമായ വരുമാനത്തെ ആശ്രയിച്ച് കൃഷി ലാഭകരമാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു മാതൃകാ കർഷകനാണ് കൃഷ്ണൻ. മികച്ച ജൈവ കർഷകൻ ശിവകുമാർ ശിവദം ചെത്തുകടവ്. അധ്യാപന ജീവിതത്തിനിടയിലും കൃഷിയെ സ്നേഹിക്കുന്ന മനസ്സ്, അത് കൈവിടാതെ ജൈവ കൃഷി രീതികൾ അവലംബിച്ച് കൃഷി ഉൽപ്പാദനം, വിവിധ നാടൻ നെൽവിത്തുകൾ സംരക്ഷണം, അവ ഉപയോഗിച്ചുള്ള എല്ലാ വർഷവും നെൽകൃഷി, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, വാഴകൃഷി തുടങ്ങിയവയും രാസകീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാതെ പ്രകൃതിക്കിണങ്ങിയ രീതിയിൽ പാരമ്പര്യ കൃഷിമുറകൾ ഉപയോഗിച്ച് ഇന്നും കൃഷി ചെയ്തു വരുന്ന ശിവകുമാർ ശിവദം മികച്ച വാഴ കർഷകൻ അരവിന്ദൻ പുളിയത്തിങ്ങൽ പിലാശ്ശേരി. വാഴക്കൃഷിയിൽ അസൂയാവഹമായ രീതിയിൽ എല്ലാ കാലവും 1300ഓളം നേന്ത്രവാഴകൾ കൃഷി ചെയ്യുന്ന പൊയ്യയിലെ ഒരു പ്രധാന വാഴ കർഷകനാണ് ശ്രീ അരവിന്ദൻ പുളിയത്തിങ്ങൽ. വാഴക്കൃഷിക്ക് വേണ്ടതായ കൃത്യമായ പരിചരണം, വളമിടൽ, നനയ്ക്കൽ എന്നിവ സ്വന്തം അധ്വാനത്തിലൂടെ വരുമാനദായകമാക്കുന്ന ആത്മസമർപ്പണത്തോടെ വാഴക്കൃഷി ചെയ്യുന്ന ശ്രീ അരവിന്ദൻ പുളിയത്തിങ്ങൽ മികച്ച വനിതാ കർഷക മാളുക്കുട്ടി മാങ്കുനിയിൽ പൈങ്ങോട്ടുപുറം. മറ്റു വരുമാന മാർഗങ്ങളോ ആശ്രയമോ ഇല്ലാതെ പശു വളർത്തലിലൂടെ മകളോടൊത്തുള്ള ചെറു സ്വകാര്യ ജീവിതം. സ്വന്തം ആവശ്യങ്ങൾക്ക് ഇടവിളകൾ ഇതോടൊപ്പം കൃഷി ചെയ്യുന്നു. ജീവിത ചെലവുകൾ ക്രമീകരിച്ച് മിതമായ ചിലവിൽ കൃഷി ചെയ്തു അഭിമാനകരമായ ജീവിതം നയിക്കുന്ന മികച്ച വനിതാ കർഷക മികച്ച കർഷക തൊഴിലാളി വിജയൻ കിഴക്കേ തൊടുകയിൽ കുരിക്കത്തൂർ. സ്കൂൾ പഠനത്തിന് ശേഷം കാർഷിക ജോലികൾ ചെയ്യുന്നതിൽ കർഷകർക്ക് തുണയായി നെൽപ്പാടത്തും പറമ്പിലും വിവിധ ജോലികൾ ചെയ്തും അന്യസംസ്ഥാന തൊഴിലാളികൾ ചേക്കേറിയ കാർഷിക മേഖലയിലെ തൊഴിലിൽ പുറകോട്ട് നിൽക്കാതെ ഇന്നും കർഷകൻ്റെ കൂടെ നിന്ന് കൃത്യമായ ജോലികൾ ചെയ്ത് കാർഷിക അഭിവൃദ്ധിക്കായി വിവിധ കൃഷിപ്പണികൾ ചെയ്തു വരുന്നു. മികച്ച കേര കർഷകൻ അബൂബക്കർ വളപ്പിൽ പടനിലം. കേരള പോലീസിൽ നിന്നും വിരമിച്ച ശേഷം പാരമ്പര്യമായി ലഭിച്ച 3 ഏക്കർ സ്ഥലത്ത് നിലവിലുള്ളതും പുതുതായും 120ഓളം തെങ്ങ് കൃഷി ചെയ്തു വരുന്ന പടനിലത്തെ ഒരു പാരമ്പര്യ കർഷകനാണ്. തെങ്ങ് കൃഷിക്ക് വേണ്ടതായ എല്ലാ പരിചരണങ്ങളും കൃത്യമായ ഇടവേളകളിൽ നൽകിക്കൊണ്ടും അതിനെ സംരക്ഷിച്ചുകൊണ്ട് മുഴുവൻ സമയ കർഷകനായി നിൽക്കുന്ന ശ്രീ അബൂബക്കർ വളപ്പിൽ. മികച്ച പട്ടികജാതി കർഷക മിനി പന്തലിങ്ങൽ പിലാശ്ശേരി. സ്വന്തം കൃഷിയിടത്തിൽ ഇടവിള കൃഷികളായ മഞ്ഞൾ, ചേന, ചേമ്പ്, കപ്പ കൂടാതെ മറ്റു വനിതകളെ കൂട്ടിയോജിപ്പിച്ചുള്ള വനിതാ ഗ്രൂപ്പ് കൃഷി, ചെണ്ടുമല്ലി കൃഷി എന്നിവയും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ജാം, സ്ക്വാഷ് എന്നിവ തയ്യാറാക്കി വിപണനം,
മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന് കർഷകർക്ക് പ്രായോഗിക പരിശീലനം നൽകൽ തുടങ്ങിയ കാർഷിക മേഖലകളിലെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു. മികച്ച പച്ചക്കറി കർഷകൻ മുഹമ്മദ് അലി വെള്ളക്കാട്ട് പൈങ്ങോട്ടുപുറം. പച്ചക്കറി കൃഷി ഒരു തപസ്യയായി കണ്ട് ഉൽപ്പാദനം, വിപണനം എല്ലാം സ്വന്തമായി ചെയ്തുകൊണ്ട് കഠിനാധ്വാനത്തിലൂടെ പ്രതികൂലമായ കാലാവസ്ഥയെപ്പോലും വകവെക്കാതെ പച്ചക്കറി കൃഷിയെ ലാഭകരമാക്കി വിജയം കൈവരിച്ച, ലഭ്യമായ എല്ലാ സ്ഥലത്തും എല്ലാ കാലത്തും പച്ചക്കറി കൃഷി ചെയ്യുന്ന ഒരു മാതൃകാ കർഷകൻ മുഹമ്മദ് അലി വെള്ളക്കാട്ട് പൈങ്ങോട്ടുപുറം. മികച്ച നെൽകർഷകൻ ആനന്ദകുമാർ ഉടുമ്പശ്ശേരി. തൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം 20-ാം വയസ്സിൽ കൃഷിയിലേക്കിറങ്ങി. ഇന്നും കൃഷിയിൽ തുടരുന്നു. എല്ലാ വർഷവും ഒരു സീസണെങ്കിലും നെൽകൃഷി ചെയ്യുന്നു. ഈ കഴിഞ്ഞ ശക്തമായ മഴയിലും വെള്ളം കയറി ഭാഗികമായി കൃഷി നശിച്ചെങ്കിലും നെൽകൃഷിയിൽ പിന്നോട്ടില്ലെന്ന് ഉറച്ചു പറയുന്നു. ചാത്തങ്കാവ് പാടശേഖര സമിതിയുടെ പ്രസിഡന്റ് കൂടിയായ ശ്രീ ആനന്ദകുമാർ ഉടുമ്പശ്ശേരിയെ